ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നസ്രായനായ യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഉരുകിത്തീർന്ന മെഴുകുതിരികളാണ് സ്ലിഹന്മാർ. മാർത്തോമാ സ്ലിഹ എന്ന മെഴുകുതിരിയുടെ പ്രകാശത്തിലാണ് ഭാരതത്തിലെ ജനകോടികൾ നസ്രായനായ യേശുവിനെക്കുറിച്ചും അവൻ ലോകത്തിന് നൽകിയ രക്ഷയെക്കുറിച്ചും മനസ്സിലാക്കിയതും സ്വീകരിച്ചതും അതിൻ്റെ മാധുര്യം ആസ്വദിച്ചതും. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാളും ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലനുമായ മാർത്തോമാ സ്ലിഹ ഗലീലയിൽ ജനിച്ച് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ധീര രക്തസാക്ഷിത്വം വഹിച്ചു. തോമാസ് സ്ലിഹായുടെ ഓർമ്മ ദിനം ജൂലൈ 3 നാം ആചരിക്കുന്നു. അവിശ്വാസത്തിന്റെ താക്കോൽ ദ്വാരത്തിലൂടെ കടന്നുപോയി. വിശ്വാസത്തിന്റെ വാതായനം തുറന്ന് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസ സാക്ഷ്യം നമുക്ക് പകർന്നു നൽകിയ മാർത്തോമാ സ്ലിഹ ഈശോയുടെ തിരുമുറിവുകളിൽ തൊട്ട് തൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തി. കാൽവരിയിലെ കിടവിളക്കിൽ നിന്നും കത്തിച്ചെടുത്ത ഒരു ദീപശിഖയുമായിട്ടാണ് തോമാസ് സ്ലിഹ കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയത്. തുടർന്ന് കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ച് യേശുവാകുന്ന പ്രകാശത്തെ പകർന്നു നൽകി. നമുക്കും അവനോടുകൂടി മരിക്കാം എന്ന് ധീരതയോടെ പറയുന്ന തോമാസ് സ്ലിഹ യേശുവുള്ള വിശ്വാസത്തിനു വേണ്ടി മരിക്കുവാനുള്ള ധൈര്യം കാണിക്കുന്നു. ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ധൈര്യവും. ഈശോയോടൊപ്പം നിൽക്കുമ്പോഴും മറ്റു ശിഷ്യന്മാർ ശ്രദ്ധിക്കുന്നത് ഈശോയെയല്ല, മറിച്ച് സാഹചര്യങ്ങളെയാണ്. അതുകൊണ്ടാണ് അവർ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുന്നത്. പക്ഷേ തോമാസ് സ്ലിഹ സാഹചര്യങ്ങൾക്ക് പകരം ആരുടെ ഒപ്പമാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി. യേശുവിനുള്ള വിശ്വാസത്തിനു വേണ്ടി മരിക്കാനും തയ്യാറാകുന്നു. പ്രസിദ്ധ ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചി അന്ത്യത്താഴം എന്ന പ്രസിദ്ധമായ ചിത്രത്തിൽ യേശുവിനോട് ചേർന്ന് ഇരിക്കുന്ന തോമാസ് സ്ലിഹയെ വരച്ചു വച്ചിരിക്കുന്നു. വിശ്വാസം വഴി നാം എല്ലാവരും യേശുവിനോട് ചേർന്നിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച യേശുവിനുള്ള ഉറച്ച വിശ്വാസം വിശുദ്ധ കുർബാനയിൽ നാം ഏറ്റുപറയുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്ന യേശുവിനോട് ചേർന്ന് നിൽക്കാൻ അനേകരുണ്ടാകാം. രോഗസൗഖ്യം സമ്മാനിക്കുന്ന യേശുവിനരികെയും അനേകർ തിക്കിത്തിരക്കുന്നുണ്ട്. എന്നാൽ കുരിശിലേക്ക് നടക്കുന്ന യേശുവിനോടൊപ്പം അറിഞ്ഞുകൊണ്ട് ചേരാൻ എത്ര പേരുണ്ട്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഈ ദുഃഖ്രാന തിരുനാളിൽ ആഴമായ വിശ്വാസാനുഭവത്തിലേക്ക് വളരുവാൻ നല്ല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.